എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇതാണ് പട്ടുചീര. അപ്പൊ പട്ടുചീര എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ നല്ല പട്ട് പോലെ ഇരിക്കുന്ന ചീര ആയതുകൊണ്ടാണ് ഇതിന് പട്ടുചീര എന്നുള്ള പേരുള്ളത്. നല്ലൊരു ചുവപ്പ് കളറായിരിക്കുള്ളൂ ഈ ചീരക്ക്. പിന്നെ ഇതിന് പൂവ് ഇടാൻ കുറച്ച് വൈകിയൊക്കെ പൂവിടുള്ളൂ. പെട്ടെന്ന് പൂവിടണ ടൈപ്പ് ഒന്നും അല്ല. കാണാൻ നല്ല ഭംഗിയാണ് ഈ ചീര നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ. കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീര തന്നെയാണ് പട്ടുചീര. ഇപ്പൊ എല്ലാവരും ആവശ്യപ്പെടുന്ന ചീരയാണ് ഈ പട്ടുചീര എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചീരയാണ്. കാരണം നിങ്ങൾ കണ്ടില്ല, ഞാനിപ്പോ ഇതൊരു HDP ഗ്രോ ബാഗിലാണ് നട്ടേക്കണത്. അപ്പൊ HDPയുടെ ചീര നടണ ബാഗാണിത്. നമുക്ക് ഒരുപാട് നാള് യൂസ് ചെയ്യാം. ഇതേപോലത്തെ ഒരു ബാഗിൽ നമ്മൾ ചീര നടണമെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ചീര ഒരൊറ്റ ബാഗിൽ നിന്ന് കിട്ടും. പിന്നെ ഈ ബാഗിലാകുമ്പോ നമുക്ക് മണ്ണൊക്കെ കുറവ് മതി. ഇതിൽ ഞാനിപ്പോ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടാണ് ഈ ചീര നട്ടേക്കണത്. അപ്പൊ മണ്ണും ചാണകപ്പൊടി മാത്രം ഇട്ടിട്ട് നേരിട്ടാണ് വിത്ത് പാകി കൊടുത്തത്, പറിച്ച് നട്ടതല്ല. അപ്പൊ നമ്മൾ നേരിട്ട് പാകി കൊടുക്കുമ്പോന്ന് വെച്ചാൽ നമുക്ക് പറിച്ച് നടേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. കുറെ സമയം നമ്മുടെ ലാഭിക്കാം. പിന്നെ ചെടികളുടെ വളർച്ച പോകൂല. അപ്പൊ നേരിട്ട് വിത്ത് പാകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ചീര വിത്തും റവയും മണ്ണും കൂടെ പൊടിമണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വിതറി കൊടുത്തതാണ്. ചീരവിത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പെട്ടെന്ന് തന്നെ മുളക്കും. അപ്പൊ റവ ഇടണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് റവ ഇട്ട് കഴിഞ്ഞാല് ചീരവിത്ത് ഉറുമ്പ് എടുത്തുകൊണ്ട് പോകൂല. അല്ലെങ്കിൽ നമ്മ ഈ ചീരവിത്ത് മാത്രം ഇടണമെങ്കിൽ ഉറുമ്പ് ആ വിത്ത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ചീരവിത്ത് ഒന്നും തന്നെ മുളച്ച് കിട്ടില്ല. അപ്പൊ ഒരുപാട് പേരെ പരാതിയാണ് ചീരവിത്ത് ഇട്ടതിനാല് ഒന്നും മുളക്കണില്ലെന്ന്. പക്ഷെ മുളക്കാത്തതല്ല, ചീരയുടെ വിത്ത് ഉറുമ്പ് എടുത്തുകൊണ്ട് പോകും. അപ്പൊ നിങ്ങൾ എപ്പോഴും ചീരവിത്ത് പാകുമ്പോ റവ കൂട്ടി മിക്സ് ചെയ്ത് പാകാം. അല്ലെങ്കിൽ അരിപ്പൊടിയില്ലേ, അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് പാകാം. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 3 ദിവസം കൊണ്ട് ചീരവിത്ത് മുളക്കും. അപ്പൊ ആ 3 ദിവസം കൊണ്ട് ഈ അരിപ്പൊടിയും റവയൊക്കെ ഉറുമ്പെടുത്തുകൊണ്ട് പോകും. ചീരവിത്ത് അവിടെ കിടന്ന് മുളയ്ക്കുകയും ചെയ്യും. ചീരവിത്ത് നമ്മ വെള്ളത്തിലൊന്നും കുതിർത്തി വെച്ച് പാകണമെന്നൊന്നുമില്ല കേട്ടോ. ചീരവിത്ത് നമുക്ക് വെള്ളത്തിലൊന്നും ഇടാണ്ട് പാകി കൊടുത്താൽ മതി. വെള്ളത്തിൽ കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഒരുപാട് പേര് ചോദിക്കും, ചീരവിത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേണോ പാകാൻ? അതിൻ്റെ ആവശ്യമില്ല. നമ്മ ഈ മണ്ണും പൊടിമണ്ണും ഇപ്പൊ നമ്മിപ്പോ താഴെയാണെങ്കിൽ നടയാണെങ്കിൽ വാരമൊക്കെ കോരിയിട്ട് മണ്ണും റവയും ചീരവിത്തും കൂടെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇടയകലത്തിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ പറിച്ച് നടേണ്ട ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പറിച്ച് നട്ടുകഴിഞ്ഞാൽ നല്ല വെയിലൊക്കെ ആണെങ്കിൽ അതപ്പ തന്നെ വാടിപ്പോകും. പിന്നെ 2-3 ദിവസം നമ്മൾ തണലൊക്കെ കൊടുക്കണം. ഇതാകുമ്പോ നമുക്ക് ഒന്നിന്റെ ആവശ്യമില്ല. പിന്നെ ചീരകൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം ചീര കൃഷി ചെയ്യാനായിട്ട്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണെങ്കിലാണ് ചീര നന്നായിട്ട് വളരുകയുള്ളൂ. ഇപ്പൊ ഈ ചീരയൊക്കെ നല്ല സൂര്യപ്രകാശത്താണെങ്കിൽ നല്ല കളറും ആയിരിക്കുള്ളൂ, പെട്ടെന്ന് വളരും. പിന്നെ വെള്ളം വേണ്ട ചെടിയാണ് ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമ്മ ചീര കൃഷിക്ക് എപ്പോഴും 2 നേരം തന്നെ നനച്ചു കൊടുക്കണം. രാവിലെ വൈകിട്ടും തന്നെ നനച്ചു കൊടുത്താലാണ് പെട്ടെന്ന് വിളവെടുക്കുക. നമ്മ ഇങ്ങനെ നട്ടുകഴിഞ്ഞാൽ ശരിക്കും 20-ാം ദിവസം നമുക്ക് വിളവെടുക്കാം. 20 ദിവസം കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാല് നമുക്ക് വീണ്ടും ചെനപ്പ് വരും. അല്ല എങ്കിൽ നമുക്ക് വേരെപ്പാട്, ഇപ്പൊ നമുക്ക് കടകളിലൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് വേരെപ്പാട് പറിച്ചു കൊടുക്കല നല്ലത്. കാരണം പെട്ടെന്ന് വാടി പോവുകയും ഇല്ല. പിന്നെ നമുക്ക് വീണ്ടും പുതിയത് നട്ട് കൊടുക്കാല. അപ്പൊ വേരെപ്പാടേയും പറിച്ചെടുക്കാം. നമുക്ക് വേരെപ്പാടേ പറിച്ചെടുത്ത് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ചീര വാടി പോകുമൊന്നുമില്ല. പിന്നെ ഇതിന് കീടങ്ങളുടെ ശല്യം ഒക്കെ വളരെ കുറവാണ് ട്ടാ. അപ്പൊ കീടങ്ങളുടെ ശല്യത്തിന് നമ്മിപ്പോ പൊതുവെ ഈ പുഴുക്കളുടെ ശല്യമൊക്കെയാണ് ചീര കൃഷിക്ക് വന്നത്. അപ്പൊ ആ പുഴുക്കളുടെ ശല്യത്തിന് കാന്താരി മുളക് നമുക്ക് മിക്സിയിട്ട് അടിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അങ്ങനെ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ. അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും തന്നെ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചച്ചാണകം നമുക്ക് നേർപ്പിച്ചിട്ട് ഇപ്പൊ 1 കിലോ പച്ചച്ചാണകത്തില് ഒരു 10 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ചിട്ട് അതിന്റെ തെളി നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇലകളിലൊന്നും സ്പ്രേ ചെയ്യണ്ട, തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ഗ്രോത്ത് ആയിരിക്കുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് ഗോമൂത്രം 1 ലിറ്റർ 10 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് അതും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതും ഈ ഇലകളിൽ നമുക്കൊന്നും തന്നെ സ്പ്രേ ചെയ്യണ്ട. കാരണം ഇലകൾക്കൊക്കെ ആ സ്മെല്ല് വരും. അപ്പൊ നമ്മൾ തടത്തിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ചീര കൃഷിക്ക് നിങ്ങൾ നനക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇലമേല് വെള്ളം വീണ രൂപത്തിൽ ചീരക്ക് ഒരു കാരണവശാലും നനക്കരുത്. നമ്മൾ ഇങ്ങനെ തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓസ് വെച്ചോ കപ്പ് വെച്ചൊക്കെ നമുക്ക് തടത്തിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി. ഇലകളിൽ ഒക്കെ നമ്മ വെള്ളം സ്പ്രേ ചെയ്യുമ്പോഴാണ് ഇലപ്പുള്ളി രോഗം അതേപോലെ പുഴുക്കേടൊക്കെ വ്യാപകമായിട്ട് പടർന്ന് പിടിക്കുന്നത്.
അപ്പൊ എല്ലാവരും എന്നാ ചോസ് വെച്ച് ഇങ്ങനെ നനച്ചു കൊടുക്കും. അപ്പൊ ചീരക്ക് ഒരു കാരണവശാലും നിങ്ങൾ തടത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചീരയൊക്കെ ചെയ്യാൻ പറ്റും. ചീരയൊക്കെ നടേണ്ട സമയമാണ് ഇപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ചീരകൃഷിയുടെ ഒരു ടൈമാണ്. അപ്പൊ നമുക്കിപ്പ നട്ടുകഴിഞ്ഞാല് ഇങ്ങനെ നട്ടുകഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു 20 ദിവസം കൊണ്ട് തന്നെ ചീര വിളവെടുക്കാം. അപ്പൊ നമുക്ക് 20 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ നിങ്ങൾക്ക് പുതിയ ചീര വീണ്ടും നട്ടുകൊടുക്കാം. അപ്പൊ അങ്ങനെ എല്ലാവരും ഇപ്പൊ ചീരകൃഷിയൊക്കെ ചെയ്യണം. പട്ടുചീരയുടെ വിത്തുകളൊക്കെ ഇന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. പട്ടുചീര നമുക്ക് കറി വെച്ചാലും നല്ല കളറായിരിക്കുള്ളൂ കേട്ടോ. നമ്മ തോരനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല കളറും ആയിരിക്കുള്ളൂ, നല്ല ടേസ്റ്റും ആയിരിക്കുള്ളൂ. പെട്ടെന്ന് മൂത്ത് പോകാത്ത ചീരയാണ് പട്ടുചീര. അപ്പൊ പട്ടുചീര നമുക്ക് കുറച്ച് വിളവെടുക്കാം. അപ്പൊ ഞാൻ ഈ വിളവെടുക്കണെന്ന് വെച്ചാൽ കണ്ടിട്ടേ പോലെ വേലപ്പാടെ പറിച്ചെടുക്കുക. കാരണം എനിക്കിനി പുതിയത് ഇതിൽ നട്ടുകൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചീര വീണ്ടും കൃഷി ചെയ്യാലോ. അപ്പൊ നമുക്ക് ഇതേപോലെയാണ് വിളവെടുക്കണം. കണ്ട അപ്പൊ കണ്ട നല്ല ഇലയും തണ്ടൊക്കെ ഒരേപോലെയാണ് പട്ടുചീരയുടെ ഇരിക്കണ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ്, ഭയങ്കര എളുപ്പമാണ്. കണ്ട ഇതേപോലെ പട്ടുചീര നട്ട് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ പട്ടുചീരയൊക്കെ നടേണ്ട ഒരു സമയമാണ്. അപ്പൊ നിങ്ങക്ക് വിത്തുകളൊക്കെ നിങ്ങക്ക് മേടിക്കാൻ കിട്ടും കേട്ടാ. അപ്പൊ വിത്തുകളൊക്കെ മേടിച്ചിട്ട് എല്ലാവരും പട്ടുചീരയുടെ കൃഷിയൊക്കെ ചെയ്യണം. നമുക്ക് നല്ലൊരു മുറ്റത്തൊക്കെ വെച്ചാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാല്, ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞാല് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പൊ വിത്തുകളൊക്കെ മേടിച്ച് എല്ലാവരും നടണം. ഈ പറഞ്ഞ രീതിയിലൊക്കെ നട്ട് കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് തന്നെ ചീര വിളവെടുക്കാം. വലിയ പരിചരണമൊന്നും വേണ്ടാത്താണ് ചീരകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എല്ലാവരും ചീരയൊക്കെ നട്ടുപിടിപ്പിക്കുക. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.